ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് PSC എക്സാം തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോവാം. കൂടാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. PSC എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, എക്സാം, നോയിങ് ദ എക്സാമിനെ നല്ല രീതിക്ക് മനസ്സിലാക്കുന്നത്. എക്സാം പാറ്റേൺ, സ്റ്റേജസ് എല്ലാം നല്ല രീതിക്ക് മനസ്സിലാക്കി വെക്കുക. PSC എന്നല്ല, ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിനെ നല്ല രീതിക്ക് മനസ്സിലാക്കുക എന്നതാണ്. എക്സാമിന്റെ പാറ്റേൺ എന്താണ്, എത്ര സ്റ്റേജസ് ആണ് എക്സാമിനുള്ളത്, ആരാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, എന്താണ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ട് എക്സാമിനർ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും എക്സാമിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു എക്സാമിനെ കുറിച്ച് അറിയാണ്ട് നല്ല രീതിക്ക് ആ പർട്ടിക്കുലർ എക്സാമിനെ മനസ്സിലാക്കാണ്ട് ഒരു എക്സാമും വിജയിക്കുക എന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. സോ ഒരു തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് നല്ല രീതിക്ക് എക്സാമിനെ മനസ്സിലാക്കുക എന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് എക്സാം സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തു വെക്കുക എന്നുള്ളത്. ഏത് എക്സാം ആണോ എഴുതാൻ പോകുന്നത് ആ പർട്ടിക്കുലർ എക്സാം സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എപ്പോഴും ഉണ്ടായിരിക്കുക. ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സ്റ്റഡി ടേബിളിൽ വെക്കുക. അറ്റ്ലീസ്റ്റ് സിലബസ് ഡൗൺലോഡ് ചെയ്തെങ്കിലും വെക്കുക. കൂടാതെ സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. കുറെ എന്തോ ഒക്കെ പഠിച്ചു വെക്കുന്നതിൽ കാര്യമില്ല. സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം പഠിക്കുക. അപ്പോൾ PSC തുടക്കക്കാർ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? സിലബസ് ബേസ് ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. കൂടാതെ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ടും എടുത്ത് വെക്കുക. ഇനി PSC തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറയാം. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത്. മുൻവർഷ ചോദ്യങ്ങൾ. ഒരു എക്സാം പാസ് ആവുന്നതിൽ മുൻവർഷ ചോദ്യങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എന്താണ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ, എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും അധികം ഒരു ഉദ്യോഗാർത്ഥിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങൾ. ഏതെങ്കിലും മുൻവർഷ ചോദ്യങ്ങൾ, അതായത് ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന്റെ മുൻവർഷ ചോദ്യങ്ങൾ നല്ല രീതിക്ക് നോക്കി വെക്കുക. ഇനി നാലാമത്തെ കാര്യം അതാണ് റിസോഴ്സസ്, അതായത് സ്റ്റഡി മെറ്റീരിയൽസ്. PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സാമിന് വേണ്ടി ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരിക്കണം, റെഫറൻസ് ബുക്ക് ഉണ്ടായിരിക്കണം, കൂടാതെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സും ഉണ്ടായിരുന്നു. അതാണെന്ത്? റിസോഴ്സസ്. സോ റിസോഴ്സസ് കളക്ട് ചെയ്യുക എന്നുള്ളത് എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ നാലാമത്തെ കാര്യവും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന രീതി. സ്റ്റഡീസിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഒരു ദിവസം പഠിച്ചു പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞ് വീണ്ടും പഠിച്ചു, അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമുക്ക് എക്സാം ജയിക്കാൻ പറ്റത്തില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ഒരു ദിവസം ഇത്ര ടൈം ഞാൻ പഠിക്കും, അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഡെയിലി ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ പഠിക്കൂ എന്നാണെങ്കിൽ ഡെയിലി 5 മണിക്കൂർ പഠിക്കണം. അങ്ങനെ പഠിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടാവുക എന്നത്. നമുക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താണോ ഈ എക്സാം വിജയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടാവണം. അതിനെ ഓർത്തിട്ട് എന്താവണം? കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. കൂടാതെ സ്മാർട്ട് വർക്കും ചെയ്യണം, ഹാർഡ് വർക്കും ചെയ്യണം. സ്മാർട്ട് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഇപ്പോൾ ഓരോ കോഡൊക്കെ വെച്ചിട്ട് പഠിക്കത്തില്ലേ, അങ്ങനെയൊക്കെ പഠിക്കുക. സോ നല്ല രീതിക്ക് പഠിക്കുക. അപ്പോൾ PSC തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എക്സാമിനെ നല്ല രീതിക്ക് മനസ്സിലാക്കി വെക്കുക. എക്സാം പാറ്റേൺ, എക്സാം സിലബസ്, ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം, എക്സാം സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തു വെക്കുക. അറ്റ്ലീസ്റ്റ് എക്സാം സിലബസ് ഡൗൺലോഡ് എങ്കിലും ചെയ്ത് സൂക്ഷിക്കുക. മൂന്നാമത്തെ കാര്യം, മുൻവർഷ ചോദ്യങ്ങൾ നോക്കുക. നാലാമത്തെ കാര്യം, റിസോഴ്സസ് എല്ലാം കളക്ട് ചെയ്യുക. റാങ്ക് ഫയല്, റെഫറൻസ് ബുക്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത് വെക്കുക. അഞ്ചാമത്തെ കാര്യം, കൺസിസ്റ്റന്റ് ആയിട്ട്
പഠിക്കുക. സോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും എക്സാം നമുക്ക് പാസ്സാവാനായിട്ട് പറ്റും. PSC ക്ലാസ്സുകൾക്കായിട്ടും കൂടാതെ UPSC, CDS, SSC ക്ലാസ്സുകൾക്കായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക. കൂടാതെ ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.